പ്രിയ ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഒരു കൊറിയർ കമ്പനിയുടെ പേരിൽ കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പാണ്. നേരത്തെ OTP ലിങ്കൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് വേറൊന്നാണ്. ആക്ച്വലി ഞാൻ ഫ്രാങ്ക്ഫില്ലിൽ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 5-6 പ്രാവശ്യം ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു, പ്രിയ ശിവദാസ് അല്ലേ, ഞങ്ങൾ തൃപ്തി ലൈനിലുണ്ട്, തൃപ്തി ലൈനെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് ഉള്ളിലുള്ള അഡ്രസ്സ് കിട്ടുന്നില്ല, മാം ഞങ്ങളുടെ കൊറിയർ ബോയ് അവിടെ ഉണ്ട്, അപ്പോൾ കൊറിയർ ബോയിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നമ്പർ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനോട് വിളിക്കുകയോ ചോദിച്ചു. പക്ഷേ ഈ നമ്പർ ഞാൻ നോക്കിയപ്പോൾ നമ്പറിൻ്റെ മേലെ 2 സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് അയാൾ എന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു നമ്പറിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു അവരെ എടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു മാം ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, മാമിൻ്റെ ഫോണിൽ നിന്ന് ഈ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കൊറിയർ ബോയ്ക്ക് ഓട്ടോമാറ്റിക് കോളും ലൊക്കേഷനും പോകുന്നത്. അപ്പം ഞാൻ ഈ ബ്ലൂ ഡാർട്ട് എന്നുള്ള ബ്രാൻഡ് നെയിം യൂസ് ചെയ്തപ്പോൾ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, OTP അല്ലേ ഫ്രോഡിസം. അപ്പം ഞാനത് ഡയൽ ചെയ്തു. പിന്നെ ഞാൻ അറിഞ്ഞില്ല, ഹാക്ക് ആയതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ക്ലാസ്സിൽ നിന്ന് താഴെ പോയപ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ ഓടി വന്നു, പ്രിയ 45,000 ചോദിച്ചോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി, അനിൽ സാറും എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഒരു 40 മിനിറ്റ്സിനുള്ളിൽ റിട്രീവ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു കൊളീഗ് അജി സാറ് പറഞ്ഞിട്ട് 45,000 ഡെപ്പോസിറ്റ് ചെയ്തു. എൻ്റെ 2 സ്റ്റുഡൻസ് 2,000 ഇട്ടു. അപ്പോൾ എൻ്റെ ക്ലോസ് കോൺടാക്ട്സിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുവേ പൈസ വാങ്ങുന്ന ആൾക്കാരെ വിളിച്ച് അറിയിപ്പിച്ചു. പക്ഷേ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇത്രയും അവർ എടുത്തു കഴിഞ്ഞു. അവർക്ക് ചെന്നത് ഒരു ഇമോഷണൽ മെസ്സേജ് ആണെന്ന് തോന്നുന്നില്ലേ, നിങ്ങൾ മാഡം ഡേഞ്ചറിലാണ്, അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി, ഞാൻ ഹാൻഡിൽ ചെയ്യും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ട് അവരോട് ചാറ്റ് ചെയ്തു, ലൈക്ക് നിങ്ങൾ എൻ്റെ വീട്ടിൽ വാ, കാശ് തരാം. പക്ഷെ അവരിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ആ ജി പേ പേര് സുകുമാരൻ, അക്കൗണ്ട് നമ്പറും ഉണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നത് ഇവരെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. തട്ടിപ്പ് പുതിയ രീതിയാണെന്ന് പോലീസുകാർ എന്താണ് പറയുന്നത്? അപ്പോൾ അവർക്ക് ഇങ്ങനെ പുതിയതെന്ന് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചു TV ഒന്നും മാം കണ്ടില്ലേ, അവരിങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് പക്ഷേ ഇവർ നമ്പറല്ലേ ഡയൽ ചെയ്യാൻ പറഞ്ഞു, OTP ഒന്നും അല്ലല്ലോ. ബട്ട് ദേ ആർ ടെല്ലിങ് ബി കെയർഫുൾ, ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേ ഹിന്ദിക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 പേർക്ക് പണം നഷ്ടമായിട്ടുണ്ടല്ലേ? ഒന്ന് 45,000 എൻ്റെ കൊളീഗിന്, കാരണം പുള്ളി ആ മെസ്സേജ് കണ്ട ഉടനെ എനിക്കെന്തോ പറ്റി, കാരണം 2 hours തിരിച്ചു തരാം, എമർജൻസിയാന്ന മെസ്സേജ് പോകുന്നത്. അപ്പോൾ പുള്ളി ബാക്കി ഒന്നും നോക്കാതെ അപ്പം തന്നെ ഇട്ടു. അപ്പോൾ ഒരു 40 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ഒരു സർക്കിൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്തു, FB സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇവർ ഇത്രയും ചെയ്തു. ബാക്കി എനിക്ക് അറിയില്ല, മെസ്സേജസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുമല്ല. ഇപ്പോൾ ഫോൺ ഹാക്ക് മാറി റിട്രീവ് ചെയ്തു. പക്ഷേ ഐ എം ഗെറ്റിംഗ് കോൾസ് ഫ്രം പീപ്പിൾ. ചിലവരൊക്കെ മെസ്സേജ് ചെയ്തു ഒന്ന് വെയിറ്റ് ചെയ്യോ, 2 മണിക്കൂർ കൊണ്ട് പൈസ ഇടാമെന്ന്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്സ് പറഞ്ഞു ഒന്ന് മീഡിയനെ അറിയിക്കാൻ, സോ പീപ്പിൾ വിൽ ബിവെയർ ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് ചീറ്റിംഗ്. ഈ സൈബർ കൊള്ളക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ്. OTPയും ലിങ്കും വാട്സാപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ മറ്റ് പ്രക്രിയകളൊക്കെ മറികടന്ന് ഇപ്പോൾ വേറൊരു രീതിയിൽ ഈ നമ്പർ ഡയൽ ചെയ്താൽ, അവർ മറ്റേ ബ്ലൂ ഡാർട്ടിൻ്റെ പേരിൽ ഒരു നമ്പർ ഡയൽ ചെയ്താൽ ആ നമ്പറിൽ നിന്ന് ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നൊരു പുതിയ രീതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് അവരുടെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ അവർ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് വിശ്വസിച്ച് ഈ തട്ടിപ്പുകാർ അയച്ചു കൊടുത്ത നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ 2-3 പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരം ആളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ കരുതലോടുകൂടി മാത്രം പെരുമാറുക. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.